വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്ന ദേവിയെക്കുറിച്ച് അറിയാമോ? തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്തുള്ള പ്രശസ്തമായ ഒരു ഭഗവതി ക്ഷേത്രമാണ് ഉത്രാളിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ആദിപരാശക്തിയും ജഗദീശ്വരിയുമായ ശ്രീ മഹാകാളിയാണ് മുഖ്യപ്രതിഷ്ഠ. മധ്യകേരളത്തിലെ പ്രശസ്തമായ വെടിക്കെട്ടിനു പ്രാധാന്യമുള്ളതാണ് ഉത്രാളിക്കാവ് പൂരം. 3 ഭാവങ്ങളിലാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത്. രാവിലെ സരസ്വതീ ഭാവം, ഉച്ചയ്ക്ക് ആദിപരാശക്തി, വൈകുന്നേരം ലക്ഷ്മീദേവി. പരമശിവനെ ഭർത്താവായി ലഭിക്കാൻ പാർവതീദേവി വെയിലും മഴയും മഞ്ഞുമേറ്റ് വനത്തിൽ തപസ്സു ചെയ്തു. പഞ്ചഭൂതങ്ങളെയും തന്നിലേക്കാവാഹിച്ചായിരുന്നു ദേവിയുടെ തപസ്. പല വനദുർഗാക്ഷേത്രങ്ങളിലും ഭഗവതിയുടെ ശ്രീകോവിലിന് മേൽക്കൂരയുണ്ടാവാറില്ല. അതിനാലാണ് ഇവിടെയും ക്ഷേത്രത്തിന് മേൽക്കൂരയില്ലാത്തത്. തൃശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിലെ ഒരു പ്രാദേശികതലവനായിരുന്നു കേളത്തച്ഛൻ. എല്ലാ വർഷവും ഭജനത്തിനായി മൂകാംബികയിൽ പോകുമായിരുന്നു അദ്ദേഹം. ഒരിക്കൽ കേളത്തച്ഛന്റെ ഭക്തിയിൽ സംപ്രീതയായ ദേവി കൊല്ലൂർ സന്ദർശിച്ച് മടങ്ങുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഓലക്കുടയിൽ വന്നുവെന്നാണ് വിശ്വാസം. യാത്രാമധ്യേ ഉത്രാളിയിലെ നെൽപ്പാടത്തിന്റെ വരമ്പിൽ കുടവെച്ച് വിശ്രമിക്കാനിരുന്നു. പിന്നീട് ഓലക്കുട എടുക്കാൻ നോക്കിയപ്പോൾ അത് മണ്ണിൽ ഉറച്ചതായി കണ്ടു. തുടർന്ന് നടത്തിയ ദേവപ്രശ്നത്തിൽ മൂകാംബികാദേവിയുടെ സാന്നിധ്യം മനസ്സിലാക്കി. അങ്ങനെ കുട ഉറച്ചുപോയ സ്ഥാനത്ത് ദേവീപ്രതിഷ്ഠ നടത്തി. തമിഴ് ബ്രാഹ്മണരാണ് ഇവിടത്തെ പൂജാരിമാർ. മംഗല്യകാര്യത്തിനായുള്ള മഞ്ഞൾപ്പറയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്.